അണ്ണാ അതെടുക്കണോ ഇവിടെ കടയൊക്കെ തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. കടയൊക്കെ തുടങ്ങിയടാ. നീ ഇവിടെ വന്നോ? ഓ ഞാൻ ഈ അപ്പുറത്ത് ബേക്കറി വന്നാണ്. അണ്ണന്റെ തൊട്ടപ്പുറത്ത് ബേക്കറി ഇല്ലേ? ഇതെന്തോ കയ്യിരിക്കുന്ന പമ്പ? ഞാനിനി കേറി പോരും അണ്ണനെ കണ്ടോണ്ട് അപ്പുറത്ത് കടയിൽ ഇരുന്നപ്പോ ചായയൊക്കെ മേടിച്ച് കുടിക്കണ്ടായിരുന്നു. ഈ പന്തം കൊണ്ട് നീന്തരം വന്നത് പന്തമല്ല മുട്ടപ്പോ ചായ ഞാൻ മേടിച്ചില്ല. എടാ ഈ മുട്ട പപ്സൊന്നും കഴിക്കരുത്. എന്താ ഇതൊക്കെ ശരീരത്തിന് ദോഷം തരത്തുള്ളൂ. ഏത് ഇതൊക്കെ മുട്ട എന്നൊക്കെ പറഞ്ഞ എത്ര ദിവസമായെന്നറിയോ? ഈ മുട്ട ഇതിനകത്തിരിക്കുന്ന മുട്ട? പിന്നെ അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ നല്ല സൂപ്പർ. ഇത് പ്രോട്ടീൻ അകത്ത് വെച്ചിരിക്കുവോ? അറിയുന്ന പറയുന്നത് ഈ കഞ്ഞിക്കൂട്ടൊക്കെ മേടിച്ച് കഴിക്കണം. ഇതൊക്കെ പറഞ്ഞ മില്ലറ്റാണ്. അതൊക്കെ അവിടെ കേട്ടോ. അണ്ണൻ 2-3 ദിവസം എന്റെ ജിമ്മിന് പോയെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ജിമ്മിനൊക്കെ പോടാ 4 ദിവസം പോയി ശരീരത്തിനൊക്കെ ഭയങ്കര വേദന. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. കാരണം നമുക്ക് അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതല്ല. മുട്ട അങ്ങനെ കഴിക്കില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഈ മില്ലറ്റിന്റെ ഒക്കെ മണമാണ് കൊള്ളത്തില്ല. ആര് പറഞ്ഞു? നീ അവിടെ നിന്നപ്പോ തന്നെ എനിക്ക് സ്മെൽ അടിക്കുന്നുണ്ട്. ഞാൻ കഴിക്കും അല്ലടാ. എനിക്ക് വേണ്ട. ഇതൊക്കെയാണോ കഴിക്കണ്ടേ? അല്ല ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് ഇതൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യം ധാന്യങ്ങളൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇത് ചാമ ചീന ഇതൊക്കെയാ കഴിക്കുന്നത്. ഇത് മറ്റേ ലവ് ബേഴ്സ് കഴിക്കുന്ന സാധനങ്ങളില്ല. ഇത് ഞാൻ ലവ് ബേഴ്സ് ഇല്ലടാ. ഇത് കണ്ടോ? കാണോ? അന്ന് പകുതി കഴിക്കും. ഇതൊക്കെയാണ് നീ കഴിക്കണ്ടേ. ഇതിപ്പോ ഞാനിപ്പം പക്ഷെ അതൊക്കെ ഏറ്റവും നല്ലതാട്ടോ. ഈ മറ്റേ ലവ് ബേഴ്സ് കഴിക്കുന്ന സാധനം ഞാൻ കഴിക്കണം, അണ്ണൻ ഇത് കഴിക്കണം. അണ്ണൻ ചുമ്പോ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെ എന്റെ കൈ വന്നിട്ടോ? അതാ ഞാൻ കഴിക്കുന്നത്. ഇതിനൊന്നും തട്ടി കുറച്ചിട്ട് എന്റെ കൈ തരാൻ പാടുണ്ടോ? പകുതി കഴിച്ചിട്ടായിരുന്നു. പകുതി നമ്പർ പറയണ്ടോ?